നമസ്കാരം. തമിഴിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. അഗത്യ, ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. പാ വിജയ് തിരക്കഥ എഴുതിയ സംവിധാന ചിത്രത്തിൽ ജീവ, അർജുൻ, റാഷി ഖന്ന തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആമസോൺ പ്രൈമിലാണ് ഈ ചിത്രം സ്ട്രീം ചെയ്യുന്നത്. സിനിമയിലെ ആർട്ട് ഡയറക്ടറായ അഗത്യനാണ് പ്രധാന കഥാപാത്രം. സ്വന്തമായി ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ സെറ്റൊക്കെ ഒരു പഴയ ബംഗ്ലാവ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ആ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിന്നു പോകുന്നു. അങ്ങനെ ഈ ബംഗ്ലാവിൽ ഒരു സ്കാരി ഹൗസ് സെറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഷോ നടത്താനുള്ള തീരുമാനമുണ്ടാവുന്നു. കൂടെ സുഹൃത്തുക്കളുമുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടി ഇവർ സെറ്റ് ചെയ്യുന്നതും അല്ലാതെ ശരിക്കുള്ള പ്രേതങ്ങളുമായി ചിരിപ്പിക്കാനും പേടിപ്പിക്കാനും ത്രില്ലടിപ്പിക്കാനും പാടുപെടുന്ന ഒരു കാഴ്ചയാണ് മൊത്തത്തിൽ ഈ സിനിമ സമ്മാനിക്കുന്നത്. ഹൊറർ സിനിമകളിൽ കാലങ്ങളായി കണ്ടുവരുന്ന ടെംപ്ലേറ്റ് എടുക്കുന്നു. അത് അതുപോലെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സിദ്ധവൈദ്യം, സ്വാതന്ത്ര്യ സമര കാലമൊക്കെ പറഞ്ഞ് വ്യത്യസ്തത കൊണ്ടുവരുന്നു. പക്ഷേ അപ്പോഴും പിടിച്ചിരുത്താൻ പറ്റിയൊരു കഥയില്ല എന്നിടത്ത് പ്രേതം എത്ര എണ്ണം വന്നിട്ടും കാര്യമില്ലല്ലോ. ഒരു ഘട്ടത്തിൽ തോന്നും ഇത് സിദ്ധവൈദ്യത്തിന്റെ പരസ്യമാണോ എന്നുള്ളത്. പക്ഷേ പറഞ്ഞ് ഒരു ഘട്ടമായപ്പോൾ തള്ളൽ ആണെന്ന അവസ്ഥയിലേക്കാവുന്നു എന്ന് മാത്രം. അർജുന്റെ കഥാപാത്രം ആനയെ പിടിച്ചു നിർത്തുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതിഭീകരമാണ്. ടെക്നിക്കലി കുറച്ച് പരിപാടികളുണ്ട് സിനിമയിൽ. അത് ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ പറയുമ്പോൾ ഉള്ള ആർട്ട് വർക്കാണ് ഈ സിനിമയിൽ ഒരു പോസിറ്റീവ് എന്ന നിലയിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം. VFX വർക്കുകളൊക്കെ വളരെ ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രകടനത്തിലേക്ക് വന്നാൽ മികച്ചത് എന്ന നിലയിലേക്കൊന്നും കാര്യമായി ഫീൽ ചെയ്തില്ല. ജീവ സ്ഥിരം പരിപാടികളൊക്കെ തന്നെയാണ്. അർജുൻ്റെ കേസിലേക്ക് വന്നാൽ തള്ളലാണ് ഈ പറയുന്നതൊക്കെ എന്നുള്ളത് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നിയോ എന്നൊരു സംശയമാണ് എനിക്കുണ്ടായത്. ആ രീതിയിലാണ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. കോമഡിക്കായി നായകൻ്റെ കൂടെ കുറച്ച് പേര് തുടക്കം മുതലുണ്ട് എങ്കിലും അതും പാളിപ്പോയ അവസ്ഥയാണ്. ഹൊറർ കോമഡി സിനിമകളൊക്കെ അത്യാവശ്യം മുമ്പൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാകാം കാര്യമായി ഇംപ്രസ് ചെയ്യാൻ ഈ ചിത്രത്തിന് എവിടെയും സാധിച്ചിട്ടില്ല. എന്തൊക്കെയോ വലുത് പറയാനുണ്ട് എന്ന് ഇടയ്ക്ക് തോന്നിപ്പിക്കുന്നതിൽ സിനിമ വിജയിക്കുന്നുണ്ട്. പഴയകാല വ്ളോഗിംഗ് പരിപാടികളൊക്കെ മുട്ടൻ കോമഡി ആയിരുന്നു എന്നത് വേറൊരു കാര്യം. പിന്നെ എല്ലാത്തിനും ശാശ്വത പരിഹാരം എന്നതിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളും മൊത്തത്തിൽ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ചരിത്രവും പ്രേതങ്ങളുമൊക്കെ ആവശ്യത്തിലധികം മിക്സ് ചെയ്ത് ഹൊറർ ഫീൽ നൽകാനും ചിരിപ്പിക്കാനും പേടിപ്പിക്കാനും ത്രില്ലടിപ്പിക്കാനും പെടാപ്പാടുപെടുന്ന ഒരു കാഴ്ച അതിൽ വിജയിച്ചില്ല എന്നുകൂടെ പറയേണ്ടതുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.